സത്യം പറയാലോ പിള്ളേർ വൈകിട്ട് വരണം കേട്ടോ. വീട്ടിലൊരു ഒച്ചയും ബഹളമൊക്കെ വരണമെങ്കിൽ പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പള്ളിക്കടുത്ത് വീടായതുകൊണ്ടേ കുരിശുമുള്ളിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് വീട്ടിലും വന്നൊരു വിളക്കൊക്കെ കത്തിച്ച് എന്തോ ഒരു ശാന്തി സമാധാനമൊക്കെയാണ് കേട്ടോ വീട്ടിൽ. വൈകിട്ട് ഒരു 6 മണിയായി കഴിഞ്ഞാൽ അപ്പോൾ അതിനുശേഷം ഞാൻ ടി വിയിലൊരു ക്രിസ്തീയ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു സോങ് ഇടും കേട്ടോ. കൂടുതലായിട്ട് സാഡ് സോങ് ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള പാട്ടൊക്കെ ഇടും. അപ്പോഴത്തേക്ക് ഇറ്റൂസ് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ചെന്ന് കാണാൻ തൊട്ടിപ്പുറത്ത് തന്നെ തിരിയൊക്കെ ഇട്ടിട്ട് വിളക്കൊക്കെ കത്തിയും കേട്ടോ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാനും കൊച്ചും കൂടി ഇതിനകത്ത് അടച്ചിരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. വൈകിട്ടായി കഴിയുമ്പോൾ തുറന്നു വിടുന്ന പക്ഷികളെ പോലാണ് ഞങ്ങൾ രണ്ടുപേരുവേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഒഴുകി. ഇത് ഞങ്ങൾ ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ടും ഓറഞ്ചിൻ്റെ തൈയും പിന്നെ അതുപോലെ ദേവദാരവും മേടിച്ചായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് കണ്ടോ നിങ്ങൾ? നമ്മൾ കയ്പോ പുളിയോ എന്ത് കഴിച്ചിട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിച്ച് കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ദേവദാരുവിൻ്റെ തൈയെ. അപ്പം ഈ ഒരു ഫ്രൂട്ട് ഞാനിങ്ങനെ ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോയ്ക്കകത്തൊക്കെ കഴിച്ചിട്ടില്ലേ. അപ്പം ഇതിൻ്റെ ഫ്രൂട്ടായി ഇതിനകത്ത് ചെറിയ ഒരു കാ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തായി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ വീഡിയോ കാണിക്കാമേ. പിന്നെ എന്താ, പിന്നെ ഈ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ് കേട്ടോ. ഇത്രയും സ്ഥലം നമുക്ക് ഗാർഡൻ ഉള്ളെന്നുണ്ടെങ്കിലും ചെടികളായാലും അതുപോലെ തന്നെ സപ്പോട്ടയ്ക്ക, പിന്നെ പിന്നെന്താ റെമ്പൂട്ടാൻ, അതുപോലെ തന്നെ കോവയ്ക്ക, കറിവേപ്പില, പിന്നെ അവക്കാഡോ എന്ന് വേണ്ട പച്ചമുളക് വരെ, പച്ചമുളക് പിന്നെ എന്താ നമ്മുടെ ബജിമുളകില്ലേ, ബജിമുളകിൻ്റെ തൈ, ഇതെല്ലാം ഇവിടെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവേ ഇങ്ങനെ പുല്ലൊക്കെ കയറി നിൽക്കുകയാണ്, ഇതെല്ലാം ഇനി പറിച്ച് കളയണം. പിന്നെന്താ വൈകിട്ടാകുമ്പോൾ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഇരിപ്പ് ഒരു സമാധാനം ഉള്ളതാണ് കേട്ടോ. കാര്യം ഇവിടെ ഇരിക്കാൻ എന്തോ ഒരു പ്രത്യേക വൈബാണേ സിറ്റ് ഔട്ടിൽ.